പാലക്കാട് മേപ്പറമ്പിൽ വഴിയരികിൽ ഉപേക്ഷിച്ച സിറിഞ്ചുകൾ 13-കാരന്റെ കാലിൽ കുത്തിക്കയറി. പരിക്കേറ്റ വിദ്യാർത്ഥി ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും സിറിഞ്ചുകൾ വഴിയരികിൽ നിന്നും നീക്കം ചെയ്യാതെ അധികൃതർ. പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. 18-ന് രാത്രി രക്ഷിതാക്കൾക്കൊപ്പം നടന്നു പോകുന്നതിനിടെയാണ് വഴിയരികിലെ സിറിഞ്ച് 13-കാരന്റെ കാലിൽ തുളച്ചുകയറിയത്. പാലക്കാട് ഒറ്റപ്പാലം സംസ്ഥാന പാതയോരത്ത് തിരക്കുള്ള മേപ്പറമ്പ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. പിന്നാലെ നടത്തിയ പരിശോധനയിൽ സമീപത്തു നിന്നും പ്ലാസ്റ്റിക് കവറിൽ ഉപേക്ഷിച്ച നിലയിൽ 100 കണക്കിന് സിറിഞ്ചുകളും സൂചികളും കണ്ടെത്തി. കുട്ടിയെ ഉടൻ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി പാലക്കാട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. 10-ലേറെ രോഗങ്ങളുടെ പരിശോധനയും നടത്തി. ചില പരിശോധനകളുടെ ഫലം വരാൻ ഇനിയും കാത്തിരിക്കണം. HIV ഉൾപ്പെടെ തിരിച്ചറിയാൻ വർഷങ്ങളുടെ പരിശോധനയും നടത്തേണ്ടതുണ്ട്. ഇനി ആരെങ്കിലും കൊണ്ടിട്ടതാണോ? അപ്പോൾ പരാതിപ്പെടാൻ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും പരാതിപ്പെടുക. നമ്മൾ പഞ്ചായത്തിൽ മറ്റേ ഇതിൽ ഹെൽത്തിൽ പോയി രാരി ഹെൽത്തിൽ പോയി ഹെൽത്തുകാരൻ്റെ പറഞ്ഞ് അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഹെൽത്തിൽ കംപ്ലയിൻറ്റ് കൊടുക്കും, ഇതിന് വേറെ ആർക്കും ഇത് സംഭവിക്കാൻ പാടില്ല, അത് പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം. അപ്പോൾ അങ്ങനെ ഹെൽത്തിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു. പൊതുവെ ഇനി ഇത് ആരും ഉപയോഗിച്ചതാണ് എന്തിൻ്റെയാണെന്നുള്ളത് അറിയില്ലല്ലോ. ആശുപത്രി വിട്ട 13-കാരൻ വീട്ടിൽ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അതേസമയം സിറിഞ്ചുകളും സൂചികളും എങ്ങനെ പാതയോരത്തെത്തി എന്നതിൽ വ്യക്തതയില്ല. പോലീസും ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു. ആശുപത്രി, ക്ലിനിക്കുകൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.